ആരോ തുന്നിക്കെട്ടിയ ഒരു പട്ടം എൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു. വെളുപ്പും ബ്രൗണും നിറങ്ങൾ ഇഴ കലർത്തി നെയ്തൊരു പട്ടുതുണിയിൽ മുന്തിരിക്കണ്ണുകളും കരിവണ്ടിൻ നിറത്തിലൊരു മൂക്കും ബ്രൗൺ നിറത്തിൽ സദാ ജാഗരൂകമായ ചെവികളും വെളുവെള്ള തിളങ്ങുന്നൊരു വാലും ഒക്കെ തുന്നി ചേർത്ത മനോഹരമായൊരു പട്ടം. അതിൻ്റെ ചരട് എൻ്റെ കയ്യിലെത്തിയ നിമിഷം മുതൽ ആ പട്ടത്തിൻ്റെ ഓരോ ചലനങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. എത്ര എന്നെ കബളിപ്പിച്ച് പറന്നാലും അതിൻ്റെ നിയന്ത്രണം എൻ്റെ കൈകൾക്കുള്ളിലായിരുന്നു. ഞാനെന്ന ഓർബിറ്റിൽ മാത്രം ചുറ്റിത്തിരിയുന്ന ഒരു പട്ടം. എൻ്റെ രാജകുമാരൻ, എൻ്റെ നിധി. അതെ, ഇത് ശത്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു. ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. അപ്പോൾ ശത്തൻ ചരിതം 3-ാം ഭാഗം ഇവിടെ തുടങ്ങുന്നു. ജോലിക്ക് പോകാൻ കഴിയാതെ 2-3 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഈ 2 മാസവും പുറത്തൊന്നും അധികം കളിക്കാൻ പോവാതെ എന്നെ ചുറ്റിപ്പറ്റിയിരുന്നു എൻ്റെ ശത്തൻ. അഥവാ പുറത്ത് പോയാലും ഓരോ 5 മിനിറ്റ് കഴിയും മുമ്പേ വന്ന് നോക്കും ഞാൻ എന്ത് ചെയ്യുന്നു. എനിക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് റോഡിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരും. പിന്നെ 1-1.5 മണിക്കൂർ എൻ്റെ മടിയിൽ കയറി ചുരുണ്ട് കൂടി അങ്ങനെ അങ്ങിരിക്കും. ഇറക്കി വിട്ടാൽ പിന്നെയും കയറിയിരിക്കും. കുഞ്ഞല്ലേ, ഞാനും അങ്ങിരിക്കും അവൻ്റെ ഇഷ്ടത്തിന്. സോഫയിലൊന്നും തന്നെ കയറാൻ പറ്റത്തില്ലായിരുന്നു. പൊക്കമില്ലല്ലോ. 2 കൈയും പൊക്കി പിടിച്ച് അതിലിങ്ങനെ നിൽക്കും. കൈകൊണ്ട് ആ കുണ്ടിക്കൊരു തള്ളു കൊടുക്കാമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് കൊടുത്താൽ കയറി അങ്ങ് സുഖിച്ചങ്ങ് കിടന്നോളും കുറേ സമയത്തേക്ക്. കുഞ്ഞിരിപ്പല്ലുകൾ സോഫയുടെ കാലുകളിലൊക്കെ ഡിസൈൻ ചെയ്ത് തുടങ്ങി. തടിക്കഷ്ണമായിരുന്നു കടിക്കാൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ കാൽഷ്യം ബോണൊക്കെ വാങ്ങിക്കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ബോണ് കൊടുത്താൽ അത് 2-3 ദിവസമെങ്കിലും എടുക്കും അത് തീർക്കാൻ. ചിലപ്പോൾ കടിച്ച് പറിക്കാനുള്ള ആ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കും. ഞാൻ കൊണ്ടുവരുമ്പോൾ തീരെ മെലിഞ്ഞിട്ടായിരുന്നേ. 2 മാസം കൊണ്ട് ഇത്തിരിയൊക്കെ പച്ച പിടിച്ചു. എനിക്ക് വീണ്ടും ജോലിക്ക് പോകേണ്ട സമയമായി. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഇയാളുടെ ഭാവം മാറി. അത് ഞാൻ കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന് മനസ്സിലായി എവിടെയോ പോകാനാണെന്ന്. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. രാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ പോകുന്നതല്ലേ കുഞ്ഞ് കണ്ടിട്ടുള്ളത്. ഇന്നും ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി വരുന്നത് കാണുമ്പോൾ ശത്തന് ചങ്കെടുപ്പ. ഞാൻ എവിടെയോ പോകുവാണെന്ന ഭയം. പിന്നെ പോകരുത് എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രകടനങ്ങൾ. ഈ മുതുക്ക് കാളയാട്ടോ ഇപ്പോഴും അത് തന്നെ. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ എവിടെയോ പോകാനാണ് എന്നാണ് ആ സേലം മാങ്ങാണ്ട് തലയ്ക്കുള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ. എൻ്റെ വണ്ടിയുടെ പുറകെ ഓടി. ഞാൻ കരുതി റോഡ് വരെ വന്നിട്ട് തിരികെ പോകുമെന്ന്. മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ 2 മാസം കൊണ്ട് കൊച്ചിൻ്റെ തീരുമാനം മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ചെക്കൻ എൻ്റെ വണ്ടിയുടെ പുറകെ വെച്ച് പിടിച്ചു. ഞാൻ വണ്ടി നിർത്തുമ്പോൾ വണ്ടിക്ക് ചുറ്റും കിടന്ന് കറങ്ങും. മുമ്പോട്ട് പോയാൽ വീണ്ടും എൻ്റെ പുറകെ വരും. പിന്നെ ഞാൻ വണ്ടി തിരിച്ച് വീട്ടിൽ വന്ന് പുറകെ വന്ന കള്ളത്തിരുമാലയെ വീടിനകത്തിട്ട് പൂട്ടിയിട്ടാ അന്ന് ഞാൻ ജോലിക്ക് പോയത്. എന്നാൽ കരഞ്ഞു കൂവി ബഹളം വെച്ച് വീട് തിരിച്ച് വെച്ച് പഹയന്. 2 ദിവസമേ ഞാൻ പോയുള്ളൂ. ഈ 2 ദിവസവും വീട്ടിൽ ബഹളമായിരുന്നു. ഞാൻ വന്നാലേ വെള്ളം പോലും കുടിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ നിരാഹാരം. പിന്നെ വാ കൂട്ടാതെ കരച്ചിലും. അങ്ങനെ ആ ജോലി ഞാൻ അവിടെ ഉപേക്ഷിച്ചു. ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ജോലി കളഞ്ഞവളെന്നൊരു ചീത്തപ്പേരൊക്കെ എനിക്ക് കിട്ടി. അന്ന് ആക്സിഡൻറ്റ് പറ്റിപ്പോയത് കൊണ്ടാണ്. ആദ്യമൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതുമായി അവനങ്ങ് പൊരുത്തപ്പെട്ട് പോയായിരുന്നു. ആ 2 മാസം വീട്ടിലിരുന്നത് ആ പ്രശ്നമായിപ്പോയത്. പിന്നെൻ്റെ മുത്തിൻ്റെ തോന്നിവാസത്തിനങ്ങ് നടക്കുമല്ലായിരുന്നോ. എവിടെങ്കിലും കറങ്ങാൻ പോയാൽ ഇടയ്ക്കിടെ അടുക്കളയിൽ വന്ന് നോക്കും അമ്മ അവിടെ ഉണ്ടോയെന്ന്. ഒരു ദിവസം അപ്പുറത്തെ പറമ്പിൽ ട്രാക്ടർ വന്ന് ഉഴുതിട്ടു. മുകളിലിരുന്ന് നോക്കുന്ന പറമ്പുണ്ടല്ലോ അവിടെ. പിറ്റേ ദിവസം അവരവിടെ കപ്പ നട്ടു. മരച്ചീനി, ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ കപ്പയെന്ന് പറയവേ. അതിൻ്റെ പിറ്റേന്ന് ഞാൻ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ജനലിൽ കൂടെ ഒരു കാഴ്ച കണ്ടു. മണ്ണിങ്ങനെ മേപ്പോട്ട് പറക്കുന്നു. ഇതെന്താ, ചുഴലിക്കാറ്റോ? എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഞാൻ ചുഴലിക്കാറ്റ് കണ്ടിട്ടുണ്ട്. ആറ്റുതീരം ആയതുകൊണ്ടാവും അവിടെ ഈ ചെറിയ ചുഴലിക്കാറ്റിൽ ഇങ്ങനെ പൂഴിമണ്ണ് പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു കൗതുകം, ഇതെന്താ ഇവിടെ ചുഴലിക്കാറ്റ് വരുന്നേ? ഞാൻ വാതുക്കൽ വന്ന് നോക്കിയപ്പോഴാരാ ഈ വെളുത്ത ധൂമകേതു. അയ്യോ, എൻ്റെ 2 മാഞ്ചുള്ളിക്കാലും മണ്ണ് തുരന്നെറിയുക. ആ കൈയൊക്കെ നല്ല സ്പീഡിൽ ചെവിയും ചുണ്ടുമൊക്കെ അങ്ങോട്ട് കൂർത്ത് എന്തോ വലിയ കാര്യം സാധിക്കുന്ന മട്ടിൽ ഉഴുതിട്ടിരിക്കുന്ന മണ്ണല്ലേ. തുരക്കാൻ നല്ല സുഖം. എൻ്റെ കുഞ്ഞങ്ങ് തുരക്കുവാ. ദൈവമേ, ഇന്നലെ നട്ട കപ്പയാ. ഞാൻ 4 പാടും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ? അടി പുറകെ വരുന്നുണ്ടോ? ഞാൻ പാഞ്ഞു ചെന്ന് ഈ പോക്കണം കേടിനെ പൊക്കിയെടുത്ത് ഇനി കൊണ്ടുപോരുന്നു. കപ്പ നട്ട കുഴികളൊക്കെ പറന്നുപോയ കപ്പത്തണ്ടിനെ നോക്കി അവിടെ അനാഥമായിട്ട് കിടക്കുന്നു. പകൽ വെളിച്ചത്തിൽ ഇയാൾ തുരന്നെറിഞ്ഞ കപ്പയെല്ലാം തപ്പിയെടുത്ത് അവിടെ ഇരുന്ന് നടാൻ പറ്റുമോ? ആളുകൾ കണ്ടാൽ
പോലീസുകാർക്ക് എന്താ കണ്ടോൻ്റെ പറമ്പിൽ കാര്യമെന്ന് ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യും? ഓരോ കപ്പത്തണ്ട് പെറുക്കി എടുക്കുവാണെന്ന് പറയാൻ പറ്റുമോ? തലേദിവസം നട്ട കപ്പയെല്ലാമാണ് പിഴുതെറിഞ്ഞിട്ടിരിക്കുന്നത്. അന്ന് രാത്രി 10:30 ആയപ്പോൾ പരിസരമെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് വെട്ടത്തിൽ കള്ളനെ പോലെ പതുങ്ങി ഇറങ്ങി തുരപ്പനെ വീട്ടിലിട്ട് പൂട്ടി. ആ പറമ്പിൽ ചെന്ന് പിഴുതെറിഞ്ഞ കപ്പയൊക്കെ പെറുക്കിയെടുത്ത് നാട്ടി നിർത്തി. 4 എണ്ണം വരെ കയ്യിൽ കിട്ടി. നാലുപാടും ഇരുട്ടാണ്. നമ്മുടെ മുറ്റത്തെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ പരപരാ നേരം വെളുത്തതും വീണ്ടും പോയി നോക്കി. ഇന്നലെ നട്ടതൊക്കെ തലതിരിച്ചാണോന്നറിയണ്ടേ? എന്തായാലും ഒരെണ്ണമേ തലകുത്തി നിന്നുള്ളൂ. പക്ഷേ 4 മൂടല്ലായിരുന്നു തുരന്നത്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് 2 എണ്ണം കൂടെ കിട്ടി. അതും ഞാൻ അവിടെ നട്ടുവെച്ചു. ആ കപ്പയൊക്കെ നല്ല രീതിയിൽ കിളിർത്ത് വരുന്നത് വരെ എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ തന്നെയായിരുന്നു. തുരപ്പെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തുരപ്പാ തുരക്കുന്നത്. അങ്ങനെ പാറി പറന്ന് ഉല്ലസിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനൊരു കൂട്ടുകാരിയെ കിട്ടിയത്. അതുവരെ നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ കറങ്ങി നടക്കുകയേ ഉള്ളായിരുന്നു. മുറ്റത്തിറങ്ങി ഒന്ന് 4 പാടും നോക്കിയാൽ കൺവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. കണ്ടില്ലെങ്കിൽ മോനേന്നൊന്ന് നീട്ടി വിളിച്ചാൽ പറന്നു വരും. പക്ഷേ കൂട്ടുകാരിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ രാജ്യാന്തര യാത്രകളായി. പോയി അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ കഴിയും വരാൻ. എന്നിട്ടും കണ്ടില്ല ഞാൻ തിരക്കി ഇറങ്ങും. എവിടെയെങ്കിലും പറമ്പിൽ രണ്ടും കൂടി നിൽക്കുന്നുണ്ടാവും. അവിടെ ചെന്ന് ഇയാളെ പൊക്കി എടുത്തുകൊണ്ട് ഞാൻ പോരുമ്പോൾ അവളൊരു നിപ്പുണ്ട്. ദയനീയമായി നോക്കിയൊരു നിപ്പ്. കാണുമ്പോൾ സങ്കടം തോന്നും. മെലിഞ്ഞ് എല്ലും തോലുമായൊരു രൂപം. ഭക്ഷണം കിട്ടുന്നുണ്ടോയെന്ന് തന്നെ സംശയമാണ്. അവളെ നോക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം അങ്ങ് കനക്കും നമുക്ക്. വീട്ടിലോട്ട് വന്നിരുന്ന എന്തെങ്കിലും കൊടുക്കാമെന്ന് തോന്നും. കുഞ്ഞിൻ്റെ കൂട്ടുകാരി ആരാണെന്ന് മനസ്സിലായോ? ആരാ? കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ടവൾ കൊച്ചമണി. അന്ന് കുഞ്ഞ് ചെറുതാ കൊച്ചമണിയേക്കാളും. ഇയാൾക്കൊരു 8 മാസം പ്രായമേ ഉള്ളൂ. പിന്നെ കൊച്ചമണിയായി എൻ്റെ കുഞ്ഞിൻ്റെ വഴികാട്ടി. വാഴത്തോട്ടത്തിലും റബ്ബറും തോട്ടത്തിലും പുല്ല് വളർന്ന് നിൽക്കുന്ന പറമ്പുകളിലും അംഗൻവാടിയിലും ഒക്കെ കൊച്ചമണിയുടെ വാല് കടിച്ചങ്ങ് നടന്ന നാളുകളായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ സുവർണ്ണ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഒരു ദിവസം കറങ്ങാൻ പോയിട്ട് കാണുന്നില്ല. 1 മണിക്കൂറും കഴിഞ്ഞു. ഞാൻ തപ്പി ഇറങ്ങി. പതിവിടങ്ങളിൽ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇനി വല്ല ചാണകക്കുഴിയിലും വീണോ? ഇതിനു മുമ്പ് ചാണകക്കുഴിയിലൊക്കെ ഇറങ്ങിയിട്ട് കാലും മേലും നിറയെ ചാണകവും ചള്ളയൊക്കെ ആയിട്ട് വന്ന് നിന്നിട്ടുണ്ട്. ആ ഒരു പേടിയിൽ ഞാൻ പശുവിനെ വളർത്തുന്ന വീടിൻ്റെ ആ ഭാഗത്തോട്ട് പോയി 4 പാടും നോക്കുന്നുമുണ്ട്. അപ്പോഴാണ് കൊച്ചമണിയെ കണ്ടത്. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. അവനും ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തിയടി എൻ്റെ കൊച്ചെന്ന് ചോദിച്ചതും അവൾ തിരിഞ്ഞൊരോട്ടം. ഞാൻ വീണ്ടും മുമ്പോട്ട് നടന്നു. ചാണകക്കുഴിയാണ് എൻ്റെ ലക്ഷ്യം. ഈ പോക്കണമെങ്കിൽ അതിൽ വീണെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ കൊണ്ട് ഓടിപ്പോയ കൊച്ചമണി വീണ്ടും തിരിഞ്ഞോടി വന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയതും അവളൊന്ന് തിരിഞ്ഞു നടന്നു. എന്നിട്ട് എന്നെ വീണ്ടും നോക്കി. എനിക്ക് കത്തി ഭാഷ മനസ്സിലായി. കൂടെ ചെല്ലാൻ വിളിക്കുവാണ്. കുട്ടിച്ചാത്തൻ അവിടെ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. റബ്ബറും തോട്ടം, കാട് കയറി കിടക്കുന്ന പറമ്പ്, ഇനി വല്ല പാമ്പും. ഈശ്വരാ, എൻ്റെ നെഞ്ചിൽ തീയാളി. ഞാൻ വേഗം കൊച്ചിൻ്റെ പുറകെ പോയി. മോനെ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളി അയാൾക്ക് ഏറ്റവും ഇഷ്ടം. കുറച്ചങ്ങോട്ട് നടന്നതും എൻ്റെ വിളി കേട്ടിട്ടാവും കൈ എന്നൊരു ശബ്ദം. ഓടി വന്ന് രക്ഷിക്കമ്മയെന്ന്. ചെന്ന് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. കാട്ടുവള്ളിയെല്ലാം കൂടെ കാലിലും കഴുത്തിലും വയറിലും ഒക്കെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു. ഇയാൾക്കൊരു സ്വഭാവമുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിനകത്ത് കയറിക്കിടന്ന് അങ്ങ് മേയും. അതിനകത്ത് കിടന്നൊരു കറക്കം അങ്ങ് കറങ്ങിക്കളയും. അങ്ങനെ അങ്ങാണ്ട് ചുറ്റിപ്പിടിച്ച പള്ളിയാണ്. ഇപ്പോൾ ഇറങ്ങാൻ വയ്യ. അവൻ്റെ കൂടെ പോയവൾക്ക് ഒരു കുഴപ്പമില്ല. ഇതിച്ചിരി തൊന്തരവ് കൂടിയത് കൊണ്ട് ഇതിന് മൊത്തം പ്രശ്നങ്ങളാണ്. വള്ളിയെല്ലാം ഒരു വിധത്തിൽ പറിച്ചു കളഞ്ഞ് സാധനത്തിനെ പൊക്കിയെടുത്ത് തോളത്തിട്ട് ഞാനിഞ്ഞ് പോരുന്നു. അങ്ങനെ എത്ര കുരുത്തക്കേടുകൾ. ഒരു തവണ കറക്കം കഴിഞ്ഞ് വന്നപ്പോൾ ചെവി നെടുകെ പൂറിയിരിക്കുന്നു, ചോര പൊടിയുന്നു. മുള്ളുവേലിക്കിടയിലെങ്ങാണ്ട് ചെന്ന് കയറിയതാ. പിന്നെ കാല് മുറിക്കുന്നു, കൈ മുറിക്കുന്നു. അങ്ങനെ ദിവസേന എത്ര പരിക്കുകൾ. അപ്പോൾ ശതംചരിതം 3-ാം ഭാഗം ഇവിടെ തീരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ. അടുത്ത ഭാഗവുമായിട്ട് ഉടനെ വരാം.